ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനമുണ്ടാകും എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സംസ്കാരം നാളെ രാവിലെ 11 മണിയോടെ ആലുവയിലായിരിക്കും ഉണ്ടാവുക. ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റാഫി കരീം കൂടി ചേരുന്നുണ്ട്. റാഫി, ഈ ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനം, അതിനുശേഷം എവിടേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോവുക? റാഫി. തീർച്ചയായും 6 മണി വരെ ലേക്ക് ഷോർ ആശുപത്രിയിൽ പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്, അതിൻ്റെ സജ്ജീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 4 മണിക്ക് ശേഷം ഈ ലേക്ക് ഷോർ ആശുപത്രിയിലെ പൊതുദർശനം ആരംഭിക്കുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അതിൻ്റെ സജ്ജീകരണങ്ങളുടെ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുള്ളത്. 6 മണിക്ക് ശേഷം മൃതദേഹം ഇവിടെ നിന്ന് കളമശ്ശേരിയിലുള്ള ചക്കോളാസ് പവലിയനിലേക്ക് കൊണ്ടുപോകും. അതിനു മുൻപ് പടമുകൾ ജുമാ മസ്ജിദിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ചക്കോളാസ് പവലിയനിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. പിന്നീട് 6 മണി മുതൽ രാത്രി 9 മണി വരെ ചക്കോളാസ് പവലിയനിൽ കളമശ്ശേരിയിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അങ്ങോട്ട് എത്തും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് 9 മണിക്ക് ശേഷം മൃതദേഹം ആലുവയിലെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലേക്ക്, അബ്ദുൽ ഗഫൂറിൻ്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. അദ്ദേഹം കഴിഞ്ഞ ദീർഘകാലമായി അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പിന്നീട് രാത്രി 9 മണിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലായിരിക്കും ഈ മൃതദേഹം ഉണ്ടാവുക. പിന്നീട് രാവിലെ ആലുവയിലുള്ള മസ്ജിദിൽ 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ നിലയിലുള്ള ക്രമീകരണങ്ങളാണ് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3:40 കൂടിയായിരുന്നു ലേക്ക് ഷോർ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. നേരത്തെ അർബുദബാധിതനായ അദ്ദേഹം ദീർഘകാലം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയും പിന്നീട് വളരെ ശക്തമായി അദ്ദേഹം തിരിച്ചു വരുന്നതും കണ്ടു. കഴിഞ്ഞൊരു 6 മാസം മുൻപ് യൂത്ത് ലീഗിൻ്റെ ഒരു ക്യാമ്പ് കളമശ്ശേരിയിലെ കല്ലൂരിൽ വെച്ച് നടന്നപ്പോൾ, കല്ലൂർ ടൗൺ ഹാളിൽ വെച്ച് യൂത്ത് ലീഗിൻ്റെ ഒരു ക്യാമ്പ് നടന്നപ്പോൾ അതിൻ്റെ പതാക ഉയർത്തുന്നതടക്കമുള്ള ഉദ്ഘാടന ചടങ്ങുകളുടെ ഭാഗമായി നമ്മൾ VK ഇബ്രാഹിം കുഞ്ഞിനെ കണ്ടതാണ്. പൊതുവേദിയിലേക്ക് അദ്ദേഹം അങ്ങനെ സജീവമായി വരുന്ന ഒരു കാലമായിരുന്നു പിന്നീട് കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വീണ്ടും മോശമാകുന്നത്. മറ്റു ചില അസുഖങ്ങൾ കൂടി അദ്ദേഹത്തെ ബാധിക്കുന്നു. വൃക്ക സംബന്ധമായും ഒപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായുമുള്ള അസുഖങ്ങളിലേക്ക് അദ്ദേഹം പോകുന്നൊരു കാഴ്ച കണ്ടു. പിന്നീടാണ് അദ്ദേഹത്തിനെ ഗുരുതരാവസ്ഥയിലായി ഞായറാഴ്ചയോടുകൂടി ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. അല്പസമയം മുൻപ് ലേക്ക് ഷോർ ആശുപത്രി ഇറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നു എന്നുള്ളതായിരുന്നു. 3:40 കൂടി എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കണം. ഈ മരണസമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും തന്നെ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.